അനേകം സെഡാൻ വാഹനങ്ങളെ നിർമ്മിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ അത്ഭുതം സൃഷ്ടിച്ചു വരുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് ഹോണ്ട എന്നത്. അപ്പം ഹോണ്ടയുടെ സെഡാൻ വാഹനങ്ങളോടാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യമെങ്കിലും ഇന്ത്യൻ വാഹന ഉപഭോക്താക്കളുടെയൊക്കെ ഒരു സ്വഭാവം മനസ്സിലാക്കി ഇന്ത്യൻ മാർക്കറ്റിനായിട്ട് ഹോണ്ട അവതരിപ്പിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വണ്ടിയാണ് ഹോണ്ട എലിവേറ്റ്. ഹോണ്ടയുടെ എലിവേറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോണ്ട ഇന്ത്യയെ മെയിൻലി ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന വാഹനമാണ് എലിവേറ്റ് എന്നത്. ഇത് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഹോണ്ടയുടെ പ്ലാൻ, ഇപ്പോഴത്തെ ഒരു പ്ലാൻ അനുസരിച്ച്. അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ചാൽ കിയായ്ക്ക് സെൽറ്റോസ് ഉണ്ട്, ഹ്യുണ്ടയുടെ ക്രെറ്റയുണ്ട്, അതുപോലെ ഫോക്സ് വാഗൻ ടൈഗണും സ്കോഡ കുഷാക്കും ഒക്കെ കോമ്പാക്ട് SUV-യുടെ ആ ഒരു രാജാക്കന്മാരായിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹോണ്ടയ്ക്കും അതിലോട്ടൊരു എൻട്രി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ച് നിൽക്കാനുള്ള ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും അവർ ഇപ്പോഴെങ്കിലും ഒരു കോമ്പാക്ട് SUV അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഹോണ്ടയുടെ അമേസും ഹോണ്ട സിറ്റിയും ഒക്കെ കൊണ്ടാണ് ഹോണ്ട എന്നുള്ളൊരു ബ്രാൻഡ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. പക്ഷേ എലിവേറ്റ് വന്നതോടുകൂടി അതിനൊക്കെ ഒരു വലിയ മാറ്റം സംഭവിക്കാനാണ് പോകുന്നതെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. കാരണം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന വണ്ടി ഓൾറെഡി ബുക്കിങ്ങിലൊക്കെ ആയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിവുകളൊക്കെ കിട്ടുന്നത്. അപ്പം നല്ല ബുക്കിംഗ് ഉണ്ട് ഹോണ്ട എലിവേറ്റിന് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ SUV-കൾ, അതായത് ക്രെറ്റ സെൽറ്റോസ് പോലുള്ള കൊറിയൻ വാഹനങ്ങളെക്കാട്ടിലും ഒക്കെ വൻതോതിൽ ബിൽഡ് ക്വാളിറ്റി ഈ ഹോണ്ട വാഹനങ്ങളിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഹോണ്ടയുടെ ഒരു വിശ്വസ്തത അതുമാത്രമാണ് ഉള്ളത് എന്നതുകൊണ്ടാണ് ഹോണ്ട എലിവേറ്റിനായിട്ട് ആളുകൾ കൂടുതൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോണ്ട സിറ്റിയുടെ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്നുവെങ്കിലും ഇതൊരു SUV ആണ്. അപ്പം SUV-യുടെ ക്യാരക്ടേഴ്സൊക്കെ എന്തായാലും ഇതിൽ കാണുമല്ലോ. അപ്പം സിറ്റിയിലും അമേസിലും ഒക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്ന കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നത്. അടി തട്ടുന്നു, ഒരു സെഡാൻ വാഹനമാകുമ്പം അങ്ങനെയൊക്കെ എല്ലാം ആവുള്ളൂ. പക്ഷേ ഹോണ്ടയുടെ വാഹനം വേണം താനും എന്നുള്ളവർക്ക് പുതിയൊരു ഓപ്ഷനാണ് ഹോണ്ടയുടെ എലിവേറ്റ് എന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ വണ്ടിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പം ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഇതുവരെ നമ്മൾ കണ്ട് പരിചയമില്ലാത്ത രീതിയിലുള്ളൊരു ഹെഡ്ലൈറ്റ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഗ്രില്ലിനെ പറ്റിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഗ്രില്ല് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു ഗ്രിൽ ഏരിയ ആണ് ഈ എലിവേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അപ്പം ഇത് ടോപ്പ് വേരിയൻ്റ് ആണ് കിടക്കുന്നത്, അതുകൊണ്ട് ഇതിന് ADAS ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ 360 ക്യാമറ ഓപ്ഷൻസ് ഒന്നും ഇതിൽ വന്നിട്ടില്ല. പിന്നീട് ഇതിൻ്റെ കുറച്ചുകൂടെ ഫ്ലാറ്റ് കട്ടിങ്സ് ആണ്. നമ്മുടെ ക്രെറ്റയോ സെൽറ്റോസിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഫ്ലാറ്റ് കട്ടിങ്സ് ആണ് ഇതിൻ്റെ ഡിസൈനിൽ എല്ലാത്തിലും വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ടൈഗൂൺ കുഷാക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇതുപോലെ ഫ്ലാറ്റ് കട്ടിങ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. എങ്കിലും ഇത് വളരെ തികച്ചും പുതിയൊരു ഡിസൈൻ. അതായത് ഒരു വണ്ടി ഒന്ന് റോഡിൽ കൂടെ ഒക്കെ ഒഴിച്ച് പോകുമ്പോൾ നല്ല രീതിയിൽ എടുത്ത് കാണാൻ നമ്മൾ ശ്രദ്ധിക്കും. നല്ലൊരു റോഡ് പ്രസൻസ് ഉള്ള രീതിയിലുള്ള ഡിസൈനാണ് ഇതിലും വന്നിരിക്കുന്നത്. ക്രെറ്റ സെൽറ്റോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഡിസൈൻ വൈസ് കുറേ കൂടെ ബെറ്റർ, നമ്മൾ റോഡ് പ്രസൻസ് ഒക്കെ കൂടുതലുള്ള വാഹനങ്ങളായിരിക്കും. പക്ഷേ ടൈഗൺ കുഷാക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടെ ഫ്ലാറ്റ് കട്ടിങ്സ് ആണ്. അതുപോലെ ഫ്ലാറ്റ് കട്ടിങ്സ് ആണ് ഇതിൽ വരുന്നത്. റോഡ് പ്രസൻസ് ഒരുപാടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് റോഡിലൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് കാണാം. എങ്കിലും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ട്രസ്റ്റ് ചെയ്ത ആളുകൾ കൂടുതൽ എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇതിന് 17 ഇഞ്ച് ടയേഴ്സാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എഞ്ചിൻ സ്പെക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 1.5 ലിറ്റർ 121 bhp പവർ തരുന്ന 147 ന്യൂട്ടൺ ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഹോണ്ട എലിവേറ്റിൽ വന്നിരിക്കുന്നത്. അപ്പം പവർ വൈസും ഒട്ടും മോശമല്ലാത്ത പവർ ഫിഗേഴ്സാണ് ഹോണ്ട ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു കോമ്പാക്ട് SUV എന്ന നിലയ്ക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ പറ്റി നോക്കിയാലും വളരെ നല്ലൊരു ബൂട്ട് സ്പേസ് കാണാൻ സാധ്യതയുണ്ട്. നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് തന്നെയാണ് ഈ വണ്ടിക്കും കൊടുത്തിരിക്കുന്നത്. ഇതിന് പവർഡ് ടെയിൽ ഗേറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഉണ്ടോ? നല്ല വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഒരു ബൂട്ട് ടെയിൽ ഗേറ്റ് അടയ്ക്കുമ്പോൾ തന്നെ. കാരണം അത്രയും വെയിറ്റ്, അതിൻ്റെ ഒരു ബോഡിയുടെ ക്വാളിറ്റി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ സൈഡ് പ്രൊഫൈലിനെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം നോർമലി ഡിസൈൻസിൽ നമ്മളെല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നീട് ഷോറൂമിൽ ലോഞ്ച് ചെയ്യാനിരിക്കുന്ന വണ്ടി ആയതുകൊണ്ടാണ് നമ്മുടെ നെയിൽസിൻ്റെ പാടൊന്നും വരാതിരിക്കാനാണ് നമ്മുടെ സ്റ്റിക്കറിങ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് അങ്ങനെ കിടക്കുന്നത്. പിന്നെ റിയർ ഭാഗത്ത് റിയർ ഡീഫോഗേഴ്സും വൈപ്പേഴ്സും എല്ലാം റിയറിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടെയിൽ, ഇപ്പം കണക്റ്റിംഗ് ടെയിൽസ് എല്ലാ വണ്ടിയുടെ ഒരു ഫാഷൻ ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണല്ലോ. അപ്പം ഇതിനും കണക്റ്റിംഗ് ടെയിൽ ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു ടെയിൽ ലാമ്പും വന്നിട്ടുണ്ട്. IVTEC എഞ്ചിൻ എന്നുള്ളതിൻ്റെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. അപ്പുറത്ത് എലിവേറ്റ് എന്നുള്ള ബാഡ്ജിങ്ങും ഹോണ്ടയുടെ ലോഗോയും കൊടുത്തിരിക്കുന്നു. പിന്നീട് റിയർ ക്യാമറയുടെ ഭാഗമൊക്കെ ഈ സൈഡിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതൊക്കെയാണ് റിയർ ഭാഗത്തെ പറ്റി നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. ഇത് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ റൂഫ് റെയിൽസിൻ്റെ ഡിസൈനും അതുപോലെ ഷാർക്ക് ഫിൻ ആൻറ്റിനാസും വന്നിരിക്കുന്നു. പിന്നെ റിയർ ഡോസ് ആണ്. നല്ല ഡോസിൻ്റെ നമ്മൾ ഫോക്സ് വാഗനൊക്കെ കാണിക്കുന്ന പോലെ കണ്ടോ, നല്ല ടഫ് ഡോസ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. വണ്ടിയുടെ പ്ലാസ്റ്റിക്കുകളിലൊന്നും മാറ്റിയിട്ടില്ല, കാരണം പുതിയ വണ്ടിയാണ്, അതുകൊണ്ട് പ്ലാസ്റ്റിക്കുകളൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പം നല്ലൊരു സീറ്റിംഗ് കംഫർട്ട് ഈ വണ്ടിയിൽ പ്രതീക്ഷിക്കാം.
ഹോണ്ടയുടെ യാത്രാസുഖം എല്ലാവർക്കും ഹോണ്ട ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. അപ്പം അത്തരം സീറ്റിംഗ് കംഫോർട്ട് ഈ വണ്ടിയിലും കൊടുത്തിട്ടുണ്ട്. പിന്നീട് സ്റ്റോറേജ് സ്പേസുകളും അതുപോലെ റിയർ AC-യും എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റിയർ സ്പേസാണ്. സെൻറ്റർ ആംറസ്റ്റ് വന്നിട്ടുണ്ട്. റിയർ സീറ്റ് യാത്ര ചെയ്യുന്നവർക്ക് ആംറസ്റ്റും കപ്പ് ഹോൾഡേഴ്സും എല്ലാം വന്നിട്ടുണ്ട്. പിന്നീട് 2 ഹെഡ് റെസ്റ്റുകളെ കൊടുത്തിട്ടുള്ളൂ. സെൻറ്ററിൽ ഹെഡ് റെസ്റ്റ് ഈ വണ്ടിക്ക് വന്നിട്ടില്ല. അതൊരു ചെറിയ പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ ബാക്കിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് സീറ്റിലേക്ക് പോയി മെയിൻ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ എലിവേറ്റിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുമ്പോൾ നമുക്ക് ആദ്യമേ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയാണ്. ഹോണ്ടയുടെ ബിൽഡ് ക്വാളിറ്റി ഓരോ ഭാഗത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽസ് ആണ് വന്നിരിക്കുന്നത്. അതിൽ വോളിയം കൺട്രോൾ സ്വിച്ച്, ഇൻഫർടൈൻമെൻറ്റ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. പിന്നീട് ക്രൂസ് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ അഡാസിൻ്റെ ലൈൻ അസിസ്റ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ടോപ്പ് വേരിയൻറ്റിന് മാത്രമാണ് അഡാസ് വരുന്നത്. അഡാസ് ലെവൽ 2 ആണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നീട് ഓട്ടോമാറ്റിക് വൈപ്പേഴ്സും ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആണ്. ZX വേരിയൻ്റ് ആണ് വന്നിരിക്കുന്നത്. പവർ ബട്ടൺസ്, എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണൊക്കെ വന്നിരിക്കുന്നു. അതിൽ ഒരു 10.25 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. ഇത് CVT വേരിയൻ്റ് ആണ് വന്നിരിക്കുന്നത്. ZX ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ടോപ്പ് വേരിയൻ്റ് ആണ്. CVT ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. മാനുവൽ 6 സ്പീഡ് ഗിയർ ബോക്സിൻ്റെ ഓപ്ഷനാണ് മറ്റുള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നീട് 360-ഡിഗ്രി ക്യാമറ ഒന്നും വന്നിട്ടില്ല. അതുപോലെ വരാത്ത വേറൊരു കാര്യമാണ് നമ്മുടെ പനോരമിക് സൺറൂഫ്. ഇതിൽ പനോരമിക് സൺറൂഫ് വന്നിട്ടില്ല. എൻ്റെ കോമ്പറ്റേറ്റേഴ്സ് പനോരമിക് സൺറൂഫ് ഒക്കെ കൊടുക്കുമ്പോൾ ഇവരും കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നീട് ഫ്രണ്ടിലെ സ്റ്റോറേജ് സ്പേസുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ സെൻറ്ററിൽ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നു. ഡോർ പാഡിലും ബോട്ടിൽ ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസുകളും 2 സൈഡിലും അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വയർലെസ് ചാർജിങ് അവസാനം ഹോണ്ട തന്നിരിക്കുന്നു. വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എല്ലാം ഓണായിട്ട് നല്ലൊരു ഡിസൈനും കാര്യങ്ങളെല്ലാമാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഓണാക്കി കഴിഞ്ഞ് നമുക്ക് പറയാനായിട്ടുള്ളത് ഇതിന് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ ഹോണ്ടയിൽ ഒരു പുതിയ കാര്യമല്ല പാഡിൽ ഷിഫ്റ്റേഴ്സ്. കാരണം നമ്മൾ 2010 മോഡൽ അക്കോർഡ് V6-ൻ്റെ യൂസർ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വരെയും പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ഹോണ്ടയ്ക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് എന്നുള്ളത് വലിയ പുതുമയുള്ള കാര്യമല്ല. 2016 കൊടുത്തിരിക്കുന്ന WRVക്കും ഹോണ്ട സിറ്റീസിനും എല്ലാം പാഡിൽ ഷിഫ്റ്റേഴ്സ് അവർ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലും പതിവ് പോലെ പാഡിൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് വയർലെസ് ചാർജിങ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ OnePlusൻ്റെ ഗ്രീൻ ലൈൻ വീണ ഫോൺ വയർലെസ് ചാർജിങ് വർക്കാവുന്നുണ്ടോ? ഓക്കെ, ചാർജിങ് കാണിച്ചിരിക്കുന്നു. ചാർജിങ് ഓപ്ഷൻ വന്നിരിക്കുന്നു. പിന്നീട് ഓട്ടോമാറ്റിക് AC ആണ് വന്നിരിക്കുന്നത്. ഡ്യുവൽ സോൺ AC ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഹോണ്ടയെ സംബന്ധിച്ചിടത്തോളം ഫീച്ചേഴ്സ് റിച്ച് ആയിട്ടുള്ള വാഹനങ്ങൾ ഇറക്കുക എന്നുള്ളതല്ല അവരുടെ പ്രാധാന്യം. കുറച്ചുകൂടെ ക്വാളിറ്റി, ബോഡി ക്വാളിറ്റിയും അതുപോലെ ഇൻറ്റീരിയർ ബിൽഡ് ക്വാളിറ്റിയും എല്ലാം ഫോക്കസ് ചെയ്താണ് ഹോണ്ട എപ്പോഴും വണ്ടികൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റിലയബിലിറ്റിയും ഡ്യൂറബിലിറ്റിയും എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം വർഷങ്ങൾ പഴക്കമുള്ള ഹോണ്ട വാഹനങ്ങൾ പുതുപുത്തൻ പോലെ നമ്മുടെ നിരത്തുകൾ ഓടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അവർക്ക് ഇല്ലാതിരുന്നൊരു കാര്യമാണ് കോമ്പാക്ട് SUV. അവർ ഫൈനലി അത് കൊണ്ടുവന്നിരിക്കുന്നു. പിന്നീട് സീറ്റിംഗ് കംഫോർട്ടിനൊക്കെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക് ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല. എങ്കിലും അത്യാവശ്യം നല്ല സീറ്റിംഗ് കംഫോർട്ടാണെന്ന് തോന്നുന്നു. തൈ സപ്പോർട്ടൊക്കെ കുഴപ്പമില്ലാത്ത ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നീട് സൺറൂഫ് 1 ടച്ച് സൺറൂഫിൻ്റെ ഓപ്ഷൻസാണ് എല്ലാം വന്നിരിക്കുന്നത്. എങ്കിലും പനോരമിക്ക് കൊടുക്കാത്തതിൻ്റെ ഒരു പോരായ്മ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് ഹോണ്ട എലിവേറ്റിൻ്റെ ഈ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. റിയർ ക്യാമറ ക്വാളിറ്റിയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ലൈറ്റിംഗ് വെച്ചിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് കാണുന്നത്. ഇതിൻ്റെ കവർ ഇളക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഹോണ്ട എലിവേറ്റിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പുറത്ത് പോയി കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ഓരോ ഡോറ് തുറക്കുമ്പോഴും ടെയിൽ ഗേറ്റ് തുറക്കുമ്പോഴും നമ്മുടെ ഹുഡ് തുറക്കുമ്പോഴും എല്ലാം ഹോണ്ടയുടെ ബിൽഡ് ക്വാളിറ്റി എടുത്തറിയാനായിട്ടുണ്ട്. അപ്പം ഹോണ്ടയുടെ ഈ 1.5 ലിറ്റർ എഞ്ചിൻ വരുന്ന 121 bhp പവറും 145 Nm ടോർക്കും വരുന്ന ഹോണ്ട എലിവേറ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ബുക്കിംഗ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പാലസ് ഹോണ്ട കായംകുളത്താണ്. അപ്പം ഇതിൻ്റെ ബാക്കി എൻക്വയറീസിനായിട്ട് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ.